വീണ്ടും ഭർത്താവിൻ്റെ ക്രൂര പീഡനം കാരണം അടുത്ത മരണം. കോഴിക്കോട് പയ്യോളി സ്വദേശിനി ഷമീമ 28 വയസ്സ്. ഭർത്താവ് നവാസിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ആ പെൺകുട്ടി മരിച്ചു. 1.5 മാസം കൊണ്ട് വെന്റിലേറ്ററിലായിരുന്നു. അതിന് ആഹാരമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ 7 മാസം ഗർഭിണിയായിരുന്നു. അതിക്രൂരമായിട്ട് ആ വീട്ടിലിട്ട് ഒരുപാട് മർദ്ദിച്ചു, അവശതയാക്കി. എന്നിട്ടും വീട്ടുകാർ അറിയുന്നില്ല. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ബന്ധു ചെന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഈ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ഒരു വാടകയ്ക്കായിരുന്നു ഈ നവാസും ഭാര്യയും, നവാസിൻ്റെ ഉമ്മായോ വാപ്പായോ ആരൊക്കെയോ ഒരു വാടകയ്ക്കായിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു ഈ സംഭവം. ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കാർ കൊണ്ടുപോയി അവിടെ വെന്റിലേറ്ററിലാണ്. അബോധാവസ്ഥയിലായി, അതിന് ബോധമില്ല. 7 മാസം ഗർഭിണിയായിരുന്നു. ഈ മൂത്ത ഒരു കുട്ടിയുണ്ട്, അത് ചെറിയ കുട്ടിയാങ്ങാണ്ടാണ്. ഈ പെൺകുട്ടിക്ക് 28 വയസ്സ് പ്രായം. വെന്റിലേറ്ററിലായി, പിന്നെ അതിന് ബോധം വന്നിട്ടേ ഇല്ല. പെൺകുട്ടി ഇന്നലെ മരണപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഗർഭിണി മരിച്ചു. 7 മാസം ഗർഭിണിയായ പയ്യോളി സ്വദേശി ഷമീമയാണ് മരിച്ചത്. യുവതിയെ ഭർത്താവ് നവാസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ KV വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുലിനൊപ്പം ഷാമിൽ, ഷമീമയുടെ സഹോദരനും ചേരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ, വെന്റിലേറ്ററിൽ ഗർഭിണിക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഉണ്ടായത്? കുടുംബത്തിന്റെ ആരോപണം എന്താണ്? നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. അക്ഷയ, ഷമീമ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 1.5 മാസത്തോളമായി വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചതാണ് ഇങ്ങനെ അബോധാവസ്ഥയിലാവാൻ കാരണമെന്നാണ് ബന്ധുക്കൾ ഏതായാലും പരാതിയായി ഉന്നയിക്കുന്നത്. ഇവർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 7 മാസം ഗർഭിണിയായിരുന്നു, അതായത് 6 മാസം ഗർഭിണിയായിരിക്കെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. 1 മാസക്കാലം ഇവിടെ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു എന്നതാണ്. ഷമീമയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും. എന്നോടൊപ്പം ഷമീമയുടെ സഹോദരൻ ഷാമിലും ഒപ്പം തന്നെ ബന്ധുവും ചേരുന്നുണ്ട്. ഇപ്പോൾ 1.5 മാസം ഇവിടെ കൊയിലാണ്ടി അരീക്കുളത്തോ അങ്ങനെ എങ്ങാണ്ട് അവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും, ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയെ നിരന്തരം അടിക്കുമായിരുന്നു, ഒരുപാട് അവൻ ഉപദ്രവിക്കുമായിരുന്നു. സൈക്കോയായ ഈ നവാസ് എന്ന് പറയുന്ന ഈ ദുഷ്ടൻ ഇതിങ്ങനെ നിരന്തരം ആയിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്യണത്? കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൂരന്മാരുടെ ക്രൂരതകൾ കാരണം ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണം? അതിനൊത്ത് വീട്ടുകാരും, മകനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടുകാരും. അടിക്കുമ്പോൾ അടിക്കരുത് എന്ന് പിടിച്ചു മാറ്റി അവനൊന്ന് കൊടുത്തൂടെ ആ വീട്ടുകാർക്ക്? അത് അവർ പറയണ്, കൊടു, നല്ലത് കൊടു, അങ്ങനെ തന്നെ വേണം. കുറച്ചുകൂടെ എരിയേറ്റും അവന്മാർക്ക്. യവന്മാരില്ല അതെല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചു കയറ്റിക്കൊണ്ടാണ് അവന്മാരെ ക്രൂര പീഡനം. അവൻ അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു യവൻ. അതുകൊണ്ടാണിത് സംഭവിച്ചത്. യവൻ മയക്കുമരുന്നും അല്ലാതെയുള്ള പ്രവർത്തികളും, യവന് പല പ്രവർത്തികളും ഉള്ളവനായിരുന്നു. അതുകൊണ്ടാണ് യവൻ ഈ വേല ചെയ്തത്. പല ദിവസങ്ങളിൽ ഈ പെൺകുട്ടിയെ യവൻ ഉപദ്രവിക്കുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്ന വാക്കുകളാണ്. ഈ പെൺകുട്ടിക്ക് ഉമ്മയില്ല, വാപ്പയില്ല, ഒരു സഹോദരനേ ഉള്ളൂ. പിന്നെ ബന്ധുവാണ് കൂടെ നിന്ന് കാര്യങ്ങൾ പറയുന്നത്. ഈ സഹോദരൻ ഗൾഫിലായിരുന്നു. ഇത് തന്നെ ഈ 2 ദിവസം മുമ്പ് ഫോൺ ചോദിച്ചും കൊണ്ട് ഈ പെൺകുട്ടിയുടെ ഫോൺ ഈ സഹോദരൻ്റെ കയ്യിലായിരുന്നു. ആ കാലമാടൻ നവാസ് വന്ന് ഫോൺ ഈ സഹോദരൻ്റെ അടുത്ത് ചോദിക്കുന്നു. കൊടുക്കാത്തതിന് സഹോദരൻ്റെ കൈ അടിച്ചൊടിക്കുന്നു. കയ്യിൽ ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്, മരുന്നൊക്കെ വെച്ച് അടിച്ചൊടിച്ച് കളഞ്ഞു. ഇവന്മാർ എന്ത് ക്രൂരതയാണ്! ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ആ വീട്ടുകാർക്ക് ആ പെൺകുട്ടിയുടെ മേൽ ഒരു അവകാശവും ഇല്ലാത്ത രീതിക്ക് അവന്മാരെടുത്തിട്ടങ്ങ് ഉപദ്രവിക്കുകയാണ്. ഇതിനൊന്നും ശിക്ഷയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
ഈ നിയമം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ കിടന്നു. എന്താണ് ഈ ഭർത്താവിനെതിരെ നിങ്ങൾ ഇങ്ങനെ പരാതി പറയാൻ കാരണം? അത് കാരണം വെച്ചാൽ ഇവൻ വെറും ഇവളെ ഉപദ്രവിക്കലും കാര്യമാണ്. ഇതിൻ്റെ മുന്നേ ഒരു കൊല്ലം മുന്നേ ഇവളെ വണ്ടി ഇടിപ്പിച്ച് കുത്താൻ നോക്കി. പിന്നെ കുറെ കാലും കൈക്കെല്ലാം മുറിവുണ്ട്. അതും കോളെ കുഞ്ഞൻ്റെ മുന്നിൽ വെച്ചാണ് ഇവൻ ചെയ്തത്. പിന്നെ ഇവന് അടിക്കലും പിടിക്കലും ഉണ്ട്, തന്നെ ഫോണിൽ വിളിക്കലുണ്ട്, അവൾ വിളിച്ച് പറയലുണ്ട്. പരാതി പറഞ്ഞിരുന്നു? ആ പരാതി. ഇത് കുറേ നാൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ അവൻ ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കി. ആ പെൺകുട്ടിയുടെ കാലിൽ ഓട്ടോ കയറ്റി, കയ്യിലും ഓട്ടോ കയറ്റി, കയ്യും കാലും ഒക്കെ ഒടിച്ചു. ഇത് എത്രയും മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ആ വീട്ടുകാർ, ശരിയാണ്, ഉമ്മയില്ല, വാപ്പയില്ല, ഒരു സഹോദരനുണ്ടാ, ആ സഹോദരൻ വെളിയിലാണെന്ന് പറയുന്നുണ്ട്. എന്നാലും പൊന്ന് സഹോദര, നീ ഒന്നും കൊടുക്കണ്ട, ഈ പെൺകുട്ടിയെ വല്ല അനാഥാലയത്തിലാണ് പിടിച്ചുകൊണ്ട് വന്ന് ആക്കാന്തായിരുന്നു. വിഷമം വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഈ കാണിക്കുന്ന ഈ ദ്രോഹത്തിന്. ഈ സൈക്കോളെ കൂടെ വിടണതിലും ഭേദം നിങ്ങൾക്ക് എന്തെങ്കിലും, ഈ പെൺകുട്ടിക്ക് ഇത്രയും ഉപദ്രവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വല്ല അനാഥാലയത്തിലും കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ ആക്കാമായിരുന്നില്ലേ? അതിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? അതിന് ആഹാരവും വെള്ളം പോലും കൊടുക്കാതെ ആ സൈക്കോയായ ആ പരമനാറി അവിടെ ഇട്ട് ആ പെൺകുട്ടിയെ ചെയ്തു കൂട്ടിയ വേലത്തരങ്ങൾ അവൻ്റെ വീട്ടുകാരും അതുപോലെ എൻ്റെ ഉമ്മായും ഉപ്പായും എല്ലാവരും കണക്ക് തന്നെയായിരുന്നു. എല്ലാവരും ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഓട്ടോ കൊണ്ടുവരെ ഈ പെൺകുട്ടിയെ ഇടിച്ച് കൈയും കാലും ഒടിച്ചു. അത് ആ മൂത്ത കുട്ടിയുടെ മുന്നിലിട്ട് ഒരു ഉമ്മായ ഉപദ്രവിക്കണത്. അവന് വേറെ അവിഹിത ബന്ധം ഉള്ളതിൻ്റെ പേരിലാണ് അവൻ അങ്ങനെ ചെയ്യണത്. അവൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അവന് മറ്റതിലോട്ട് ചാടണം. എങ്കിന്നാ നീയൊക്കെ ദുഷ്ടന്മാരെ നീയൊക്കെ കൊല്ലാതെ അങ്ങ് കൊടുക്കാത്തെന്തായിരുന്നു? വേണ്ട, നീ പോടി, നീ എങ്ങോട്ടെങ്കിലും അങ്ങ് പോ എന്ന് പറഞ്ഞ് നീ അങ്ങ് വിടാത്തെന്തായിരുന്നു? ആ പെൺകുട്ടിയുടെ എല്ലാം സ്വർണം എന്തെങ്കിലും കൊടുത്തു കാണുമല്ലോ, അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഈ ദുഷ്ടൻ. നശിപ്പിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കൂടി അവസാനം കൊലപ്പെടുത്തിയത്. ഇപ്പം ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഷമീമയുടെ അവസ്ഥയൊക്കെ? ബോധമില്ലാണ്ട് വായിന്ന് നൊര വന്ന അവസ്ഥയിലായിരുന്നു. അതായത് ഇവിടെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തോ ഇവിടെ വിളിച്ചിട്ട് ഫോൺ കയറ്റി ഇവിടെ ഉമ്മ പോയി നോക്കിയതാ. ആ സമയത്ത് പിന്നെ കിടക്കുക, കുമ്പിട്ട് കിടക്കുകയാണ്, ബോധമില്ല. അങ്ങനെ എടുത്ത് നമ്മൾ ഇവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ഇവളെ ഉമ്മ പോയി നോക്കി എന്ന് പറയുന്നു. ഉമ്മ ഇല്ല എന്നാണ് ന്യൂസിൽ അറിഞ്ഞത്. ഉമ്മയും വാപ്പായും ഇല്ല. ഇവർ തന്നെയാണ് വേറൊരു ന്യൂസിൽ പറഞ്ഞത്. ഇവർക്ക് എന്ത് പറയണം, ഈ ഒരു സഹോദരി മാത്രമേ ഉള്ളായിരുന്നു, എന്ത് പറയണമെന്ന് അവർക്ക് അറിയാൻ വയ്യ. ചിലപ്പോൾ വലിയമ്മയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. പോയി നോക്കിയപ്പോൾ അതിന് ബോധമില്ല. വായിന്ന് നൊരയുമ്പതേ വരുന്നുണ്ട്. അതിന് എന്തോ ഉള്ളിൽ കൊടുത്തു. അതിന് വിഷവും കൊടുത്ത് അത് അബോധാവസ്ഥയിലായി. അതിൻ്റെ വയറ്റിൽ ഒരു ഉயிருള്ള ഒരു കുഞ്ഞല്ലേ കിടന്നത്. ഒരു ജീവനെ കൂടെ, 2 ജീവൻ പോയില്ലേ? കൊലയാടി കാണിച്ച് അവിടെ നിന്ന് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ആ സമയത്ത് പറഞ്ഞ് ഇവിടുന്ന് വിഷം കൈ സംശയം എന്ന് പറഞ്ഞു. ആ സമയത്ത് ട്യൂബിട്ട് എന്തോ പുറത്ത് കിട്ടി. പിന്നെ പറഞ്ഞ ക്ഷതയുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് 1.5 മാസത്തോളം ഒരു ഡോക്ടർ പറഞ്ഞു വിഷം ഉള്ളിൽ കൊടുത്തു എന്ന്. വിഷം കൊടുത്തു, അതിൻ്റെ ഇതുണ്ട്. അതാണ് വായിന്ന് ഒരേമ്പതയൊക്കെ വന്നത്. കോമയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുന്ന രാത്രി അവിടെ നിന്ന് 6 മണിക്ക് പോയിക്കേ. അപ്പോൾ ഡോക്ടർമാർ അന്ന് പറഞ്ഞാൽ ഇവിടെ 5 മണിക്കൂർ മുന്നേ ഇവിടെ ബോധം കിടന്നിക്കുന്ന പറയുന്നത്. ഇവൻ പോകുന്നത് 6 മണിക്ക് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം 5 മണിക്കൂറുള്ള അവിടെ കിടക്കുന്നുണ്ട്. ഡോക്ടർ വെച്ചാൽ 5-6 മണിക്കൂർ ഇവിടെ കിടക്കുന്നുണ്ട്, കോമ കിടക്കുന്നില്ല. ഇവിടെ നിരന്തരം മർദ്ദിക്കാറുണ്ട്. പിന്നെ ഇത് മെഞ്ഞാന്ന് അവരടിച്ച പാടാണ്. കയ്യിലുള്ളതോ? മെനഞ്ഞാന്ന് ഭർത്താവും കമ്പ്യൂട്ടർ അടിച്ച പാടാണ്. അവളെ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. ഞാൻ 4-5 തുന്നുണ്ട്. അത്ര സ്വാതന്ത്ര്യമാണ് ഒരു സ്വന്തം സഹോദരനെ പോലെ, അത്രയ്ക്കും വലിയ ഒരു മനുഷ്യനെ പോലെ അടിക്കണമെങ്കിൽ അവൻ അത്ര തണ്ടും തടിയും ഉള്ളവനാണെന്ന് മനസ്സിലാക്കണം. അവനെ കണ്ടാലൊന്നും തോന്നൂല. അവനെ കണ്ടാൽ അവനൊരു മാന്യൻ. ആ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായി, ഒരു മാന്യനെ പോലെ നിൽക്കുന്നു. അവൻ ഉപദ്രവിക്കുന്നതാണ്. ജനങ്ങളെ മുന്നിൽ അവൻ നല്ല പുള്ളയാണ്. അതുകൊണ്ടാണ് അവൻ ഇത്ര ക്രൂരനായിട്ട് നോക്കിക്കൊള്ളണം. ആ ഒരു സഹോദരൻ്റെ കൈ അടിച്ചൊടിച്ചു വെച്ചിരിക്കുന്നു, വെച്ച് കെട്ടിയിരിക്കുന്നു. 4-5 തുന്നുണ്ട് കൈൻ്റെ മുകളിൽ. മെഞ്ഞാന്ന് രാത്രി വന്നിട്ട് ഇവനെ കല്ലെടുത്ത് കുത്താൻ നോക്കിയതാ. കൈ വെച്ചാലും കൈക്കുണ്ട്. അപ്പോൾ എനിക്കും ഭീഷണിയാണ്, എന്നെ കൊല്ലും, എന്നെ പിടിക്കുന്നവർ തന്നെ. രാത്രി വെള്ളമടിച്ച് വിളിച്ചിട്ട്
ചെറിയൊക്കെ എന്താ പറയുക നമുക്ക് തെളിയണത് എന്താ വെച്ചാൽ തെളിയണം. അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ട് നേരത്തെ പരാതി ഒന്നും കൊടുത്തിരുന്നില്ലേ? പാതിരാത്രി വെള്ളം അടിച്ചിട്ട് വിളിക്കൂ, നിന്നെയൊക്കെ നോക്കിക്കോടാ, നിന്നെയൊക്കെ കൊല്ലുമെന്ന്. ആ കൂട്ടുകാരനെയും കൂടെയൊക്കെയാണ് നിന്നെയൊക്കെ കൊല്ലുമെന്ന്. പാതിരാത്രിയിൽ വെള്ളം അടിച്ച് വലിച്ച് കയറ്റിയിട്ട് വല്ല കഞ്ചാവൊക്കെ വലിച്ച് കയറ്റിയിട്ട് അവൻ വിളിക്കണത്. ഇവന്മാരെ അടിച്ച് ഓടിക്കണ ഇവന്മാരൊക്കെ ഇങ്ങനെ ഉള്ളവന്മാർ ജീവിതകാലം മുഴുവനും ജീവിച്ചിരിക്കുമല്ലോ എന്നാണ്. ഈ ശപിക്കപ്പെട്ട ജന്മങ്ങൾ എന്തുകൊണ്ട് തീരാത്തത്? ഈ ഭൂമിയിൽ നിന്ന് നല്ല മനുഷ്യരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഇങ്ങനെയുള്ളൊക്കെ ശാപങ്ങളെയൊക്കെ എന്തിനാണ് ഇട്ടേക്കണത്? ഈ ശപിച്ച ജന്മങ്ങളെയൊക്കെ എന്തിനാണ് ഇട്ടിരിക്കണത്? ഈ ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത് അവിടെ ജീവിക്കാനാണ്. മക്കളും കുട്ടിയാവുമ്പോൾ അവന്മാർക്ക് വേണ്ട, അവന്മാർ വേറെ അടുത്തയിലോട്ട് ചാടും. അതാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്. അവന് പല സ്വഭാവങ്ങളുള്ള ഒരുത്തനായിരുന്നു ഈ മാടൻ. ആ വീട്ടുകാരും അതിനൊത്ത് നിന്നല്ലോ എന്നുള്ള അതിൻ്റെയൊക്കെ ശാപം ആ കുടുംബത്തിനും കൂടെ ഏൽക്കും. പോരെങ്കിൽ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അതിൻ്റെ വയറ്റിൽ വേറൊരു ജീവനും കൂടെ കിടക്കിയിരുന്നു. ആ ജീവനും കൂടെയാണ് പോയത്. എന്ത് വേദന അരിച്ചിട്ടുണ്ട് അതിന്. യവൻ അടിക്കുന്ന ഓരോ അടിയിലും, യവൻ വിളിക്കുന്ന ഓരോ വാക്കിലും. ഇവർക്ക് ബാപ്പയും ഉമ്മയില്ല, ഈ ഒരു ആങ്ങളെ മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ ആ ക്ഷമിച്ചവള് എല്ലാം വിളിച്ച് പറയുള്ളൂ. പക്ഷെ ഇവർക്ക് പോകാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് സഹിച്ചവിടുന്നതാണ്. കാരണം സ്വന്തം ബാപ്പയും ഉമ്മയെല്ലാം മരണപ്പെട്ട ഒരു കുട്ടിയാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സഹിച്ചവിടുന്നത് എല്ലാം വിളിച്ച് പറയല്ലേ, അടിക്കലെല്ലാം പിടിക്കലൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്വന്തം ബാപ്പയും ഉമ്മയും ഇല്ല, പോവാനൊരു ഇടമില്ല. ഈ ഒരു സഹോദരനുള്ള സഹോദരൻ വെളിയിൽ. അപ്പോഴേ അതിന് പോവാൻ ഇടമില്ലാത്തത് കൊണ്ട് ആ മാടൻ, ആ കാലൻ പറയുന്ന, ആ കാലൻ ഉപദ്രവിക്കുന്ന ആ ഉപദ്രവവും കേട്ട്, ആ കാലൻ പറയുന്ന ആക്ഷേപങ്ങൾ അത്രയും കേട്ട് ആ പെൺകുട്ടി അടിയിടിയും കൊണ്ട് ആ ഒരു വീട്ടിൽ, വാടകയ്ക്കാണെങ്കിലും ആ ഒരു വീട്ടിൽ സഹിച്ച് കിടക്കും. ആ ഒരു മൂത്ത കുട്ടിയുടെ, കുഞ്ഞു കുട്ടിയായിരിക്കും. ഈ പെൺകുട്ടിക്ക് 28 വയസ്സേ ഉള്ളൂ. അപ്പോൾ അത്ര പ്രായമല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുട്ടിയായിരിക്കും മൂത്തത്. അതിൻ്റെ മുന്നിലിട്ടാണ് ആ ഉമ്മായെ ഈ ഒരു പെൺകുട്ടിയെ അടിക്കണത്. ഇതിനു മുന്നേ ഇവിടെ ഓട്ടോ കുത്തിയിട്ട് കാലും കൈ ഒടിഞ്ഞിക്ക്. ആ സമയത്ത് വിളിച്ച് നമ്മൾ ഒത്തുതീർപ്പാക്കി വിട്ടതാണ്. ഇവർക്ക് വേറെ കാലും കൈയും ഓട്ടോ കയറ്റി ഒടിച്ചിട്ട് ഒത്തുതീർപ്പാക്കി വിട്ടേണെന്നു. ശവങ്ങളെ നിൻ്റെയൊക്കെ മണ്ടയ്ക്കാണ് തരാനുള്ളത്. ഈ സഹോദരനെന്ന് പറയണ നീയും ഇപ്പം സംസാരിക്കണ ഈ ഒരു കൂട്ടുകാരനുമാണ്. നിൻ്റെയൊക്കെ അവന്മാരാണ് ഒത്തുതീർപ്പാക്കിയത്. നിനക്കൊക്കെ തരണം. എടോ, നീയൊക്കെ ഒത്തുതീർപ്പാക്കി, എന്തർത്ഥത്തിൽ നീയൊക്കെ ഒത്തുതീർപ്പാക്കി ഇങ്ങനെയുള്ള സൈക്കോളോടെ പിശാചുക്കളെ കൂടെ വിടുന്നത്? എടോ, നിനക്കൊക്കെ വേണ്ടെങ്കിൽ വലിച്ചങ്ങ് എറിയാത്തത് ആ പെൺകുട്ടിയുടെ ജീവൻ പോയില്ലേ? അതെങ്ങോട്ടെങ്കിലും പോയി ജീവിക്കൂലായിരുന്ന? ഒരുപാട് കമൻ്റാണ് വരണത്. മരണത്തിന് വിട്ടുകൊടുത്ത വീട്ടുകാരുടെ പേരിൽ കേസെടുക്കണം. സത്യവും അതൊക്കെ പോയി ജീവിച്ചോട്ടെ, എങ്ങോട്ടെങ്കിലും എങ്ങനെ ആവട്ടെ, അത് പോട്ടെ, അതെങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോട്ടെ. അതിനെ വീണ്ടും ഒത്തുതീർപ്പാക്കി വിട്ടുകൊടുത്ത് ഇങ്ങനത്തെ മാടൻ്റെ കൂടെ പരസ്ത്രീ ബന്ധത്തിൽ കിടക്കുന്നവന്മാരാണ്. അവന്മാർക്ക് വീണ്ടും ഇത് തന്നെയാണ്. അപ്പം ഈ പെൺകുട്ടി അവന്മാർ കൊല്ലാനേ നോക്കുള്ളൂ. എങ്ങനെയെങ്കിലും കൊല്ലണം, അവന്മാരെ ഇഷ്ടത്തിനങ്ങ് പോകണം. ഈ പെൺകുട്ടി ഒരു തടസ്സമായിരുന്നു അവിടെ. അതായിരുന്നു അവന് വേണ്ടിയത്. അവന് ഒറ്റയ്ക്ക് കിടക്കണം, അവന് ഒറ്റയ്ക്ക് നിൽക്കണം, എന്നിട്ട് അവൻ്റെ തോന്നിവാസത്തിന് പോകണം. അതായിരുന്നു അവിടെ വേണ്ടിയത്. ഓപ്ഷൻ നിന്ന് പോയതാണ്. പിന്നെ 2 ഗർഭം അലസിപ്പിച്ച് ഇവിടെ ഉമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ 2 ഗർഭം ഇവിടെ അലസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്നു, അതിന് മുന്നേ മർദ്ദിക്കാറ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇതിനു മുമ്പും 2 എണ്ണം പ്രഗ്നൻ്റ് ആയെന്ന്, 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയ, അത് 2ഉം അവൻ്റെ ഉമ്മ അലസിപ്പിച്ച് കളഞ്ഞു. നല്ല ഉമ്മായും മോനും. അയ്യോ, ഇതിൻ്റെയൊക്കെ ശാപം എവിടം കൊണ്ട് അവസാനിക്കും? അല്ല, പിന്നെ ഇവിടെ വോയിസ് നമ്മളെ കൈമലുണ്ട്. ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ച വോയിസ് ഉണ്ട്. അതായത് എന്നെ അടിക്കലുണ്ട് പിടിക്കലുണ്ട് പറഞ്ഞ വോയിസ് ഇവിടെ ബെസ്റ്റ് കൈമലുണ്ട്. എനിക്ക് ഇവിടെ നിന്നൂടെ പറഞ്ഞ വോയിസ് നമ്മളെ കൈമലുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലായതിനു ശേഷം ഭർത്താവ് നവാസ് ഒന്ന് നോക്കിയിട്ടില്ലേ? അവൻ 3 ദിവസം വന്ന് പിന്നെ അവനങ്ങ് പോയി, പിന്നെ നിന്നില്ല. ഭർത്താവ് കൊള്ളാം. എനിക്ക് ദേഷ്യം വന്ന് കയറുന്നു. ഭർത്താവെന്നൊന്നും വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അവൻ്റെ ഉമ്മായാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യോ? അവൻ്റെ ഉമ്മായെ ചെയ്യോ? അവന് പെങ്ങളുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങളെ അവൻ ഇതേ കണക്ക് ചെയ്യോ? ഈ മാടായി ചെയ്യോ? അപ്പം നോക്കുമ്പോൾ ഇതൊരു അന്യ പെൺകുട്ടി. എങ്ങനെയോ ആവട്ടെ, ഇവൻ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് ഇവർ തന്നെ വേറൊരു ന്യൂസിൽ പറയുന്നുണ്ട്. സ്നേഹിച്ച് അവൻ വിളിച്ചുകൊണ്ട് പോയി, സ്നേഹിച്ചിറങ്ങി പോയതാണ്. പിന്നെ ഇവർ കല്യാണം നടത്തി കൊടുത്തു. അവൻ്റെ ഉമ്മയും
അങ്ങ് പോയി. പിന്നെ മരിക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നെയാണ്. അത് എനിക്ക് ഉമ്മാക്ക് സുഖമില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണ്. മരിച്ചതിന് ശേഷമോ? ഇന്നലെ രാവിലെ വന്ന, പിന്നെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. സഹോദരിയുണ്ട്. സഹോദരിയൊക്കെ എന്താ പറയുന്നത്? എല്ലാം തെളിയണം, എല്ലാവരും തെളിയണം, ഉള്ളത് പറയുന്നത്. കാരണം അവരങ്ങനെ ആയാലും തെളിയണം നമുക്ക്. കാരണം ഒരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരി ആയിരിക്കും. അവൻ നോക്കട്ടെ, അവൻ്റെ സഹോദരിയെ നോക്കി, അവൻ്റെ ഉമ്മായെ നോക്കി നല്ലതുപോലെ അവൻ സന്തോഷത്തിൽ കഴിയട്ടെ. ഇനി അവന്മാർക്ക് ഇനി ഈ നല്ലോണം ജീവിക്കാൻ പറ്റുമോ? ആ വയറ്റിൽ കിടക്കണ ആ ഒരു കുട്ടിയും ആ തള്ളേരെയും ജീവനാണ് അവൻ എടുത്തത്. അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ച് അവശതയാക്കി, അതിന് അവസാനം വിഷവും കണ്ടേ കൊടുത്തു, അത്രയ്ക്ക് ഇതാക്കി. അതിന് ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് ആ വീട്ടിൽ കിടന്നത്. അപ്പോഴാണ് വീട്ടുകാർ ആരോ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ടാണ് അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി റൂമിനകത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് ആ വീട്ടുകാർ വന്നത് പോലും ഈ പെൺകുട്ടിക്ക് അറിയാൻ വയ്യാതെ അതിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അന്ന് മുതൽ 1.5 മാസം കൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. ആളിനെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കിടന്നിട്ടാണ് ഇന്നലെ അത് മരണപ്പെട്ടത്. നല്ല ആർഭാടമായിട്ട് ആളുകൾ കല്യാണം നടത്തും. ചെറിയ വയസ്സിലെ കുട്ടിയാണ്, ഗർഭിണിയാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് നീതി കിട്ടണം, അതേ പറയാനുള്ളൂ. ഇത് തന്നെയാണ് നേരത്തെ നീതി കിട്ടും. ആ ഒരു സഹോദരനുണ്ടായിരുന്നല്ല, ആ സഹോദരനെ കൊണ്ട് നോക്കാൻ പറ്റൂല. ചിലപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തതല്ലേ, നീ അവൻ്റെ കൂടെ ഒരുത്തൻ്റെ കൂടെ കഴിയണതല്ലേ. ശരിയാണ്, ഒളിച്ചോടി പോയെങ്കിലും സഹോദരൻ പറയുന്നുണ്ട്, ഒളിച്ചോടിയെങ്കിലും വേറൊരു ന്യൂസിലാണ് പറഞ്ഞത്, ഞങ്ങൾ കല്യാണം നടത്തി കൊടുത്തെങ്കിലും പിന്നെ അതോടുകൂടി ബാധ്യത അങ്ങ് ഒഴിഞ്ഞെന്ന് സഹോദരൻ വിചാരിച്ചിട്ടുണ്ട്. അതോടുകൂടി ഒഴിഞ്ഞു. ആ പെൺകുട്ടി വിചാരിച്ചത് എന്താണ്, എനിക്ക് ഉമ്മായും പാപ്പായും ഇല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ സഹോദരന് മാത്രമല്ലേ ഉള്ളൂ, അത് ഞാനൊരു ബാധ്യതയാവണ്ട, ഞാനും എൻ്റെ കുട്ടികളും എന്ന് വിചാരിച്ച് കാണും ആ പെൺകുട്ടി. അങ്ങനെയാണ് ആ പണ്ടാരത്തിൻ്റെ പിശാചിൻ്റെ അടിയും കൊണ്ട് അവിടെ കിടന്നത്. എങ്ങനെയെങ്കിലും സഹിച്ച് കിടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം സഹോദരന് സമാധാനമായില്ലേ? ഒരു സ്വന്തം സഹോദരിയ, സ്വന്തം ഉമ്മാരെ വയറ്റിൽ നിന്ന് പിറന്നു വന്നതാണ് ഈ സഹോദരി എന്നുള്ള ഓർക്കണം. അപ്പം കൊലയ്ക്ക് കൊടുത്തപ്പോൾ മതിയായ ഇങ്ങനെയുള്ള പിശാചിൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് ഇനി പറഞ്ഞു വിട്ടെന്ന് പറയാൻ പറ്റൂല, പോട്ടെ. അല്ലെങ്കിലും ഓട്ടോ ഇടിച്ചൊക്കെ ഉപദ്രവിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ഒത്തുതീർപ്പാക്കി നിങ്ങൾ വിട്ടുകൊടുത്തല്ലോ. ഇങ്ങനെയുള്ള മാടന്മാരുടെ അടുത്ത് ഒത്തുതീർപ്പാക്കി വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ നേടാനാണ്? യവന്മാരെ സ്വഭാവത്തിൽ വല്ല വ്യത്യാസവും വരും? ഒരു വ്യത്യാസവും വരൂല. ജനങ്ങളെ മുന്നിൽ മാന്യന്മാരാണ്. അതുപോലെ അല്ല ഒരു പെണ്ണിൻ്റെ മുന്നിൽ, സ്വന്തം ഭാര്യയുടെ മുന്നിൽ കാണിക്കണത്. അതുപോലെ ആയിരിക്കൂല മക്കളെ മുന്നിൽ കാണിക്കണത്. ആ മക്കൾക്കും ഭാര്യയ്ക്കേ അറിയാവൂ അവൻ എങ്ങനത്തെ പിശാചാണെന്ന്. അവൻ്റെ വീട്ടുകാരൊക്കെ ഒത്തു നിൽക്കുകയുള്ളൂ, അവൻ ഒത്തു നിൽക്കും. എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല, അഥവാ അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ അങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. നന്ദിയില്ലാത്ത വർഗങ്ങൾ. അതായത് ഈ ഓട്ടോ കുത്തി എന്ന് പറയുന്നത് 1 വർഷം മുന്നേ ഈ നവാസ് തന്നെ ഓട്ടോറിക്ഷയുമായി വന്ന് ഷമീമയെ ഇടിച്ച് വീഴ്ത്തി, അന്ന് കൈക്കും കാലിനുമൊക്കെ പരിക്കേറ്റു എന്നതാണ്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ച് ഇതൊക്കെ കേട്ട് നിന്നിട്ടും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ സഹോദരൻ ഷാമിൽ വിദേശത്തായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലാണ് എന്തൊക്കെയാണ് സംഭവിച്ചത്, കൃത്യമായ മരണകാരണം എന്താണ് എന്നടക്കമുള്ളതിൽ വ്യക്തത വരിക. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോകുമെന്നാണ് കൊയിലാണ്ടി പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം കുടുംബം പറയുന്നത് പ്രകാരം ഈ ഷമീമയെ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് കാലിൻ്റെ മുകൾ ഭാഗത്തൊക്കെ മർദ്ദനമേറ്റതിൻ്റെ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു എന്നതുകൂടിയാണ്. പക്ഷേ ഇതൊക്കെ ഒരേ ന്യൂസും കണ്ടും കേട്ട് മടുത്ത് ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കണത് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് കൊല്ലാനാണാ, നിങ്ങൾക്ക് ഉപദ്രവിക്കാനാണാ ഈ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് തരണത്? കല്യാണം ആർഭാടമായിട്ട് നടത്തി കൊടുക്കും, മിക്ക ഉള്ളിടത്തും അതാണ്, ആർഭാടമായിട്ട് നടത്തും. കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര ആഡംബരമായിട്ട് 7 ദിവസത്തെ കല്യാണം, 9 ദിവസത്തെ കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതിലാണ് നടത്തി ഉള്ള സ്വർണം, എടുക്കാൻ വയ്യാത്ത സ്വർണം അങ്ങോട്ട് വാരിയിട്ട് കുറേ പണവും കൊടുത്ത് കാറും കൊടുത്ത് എല്ലാം കൊടുത്തങ്ങ്
പറഞ്ഞു വിട്ടിട്ട് എന്തോന്നാണ് അവിടെ നടക്കുന്നത്. പിറ്റേന്ന് തൊട്ട് അവന്മാരെ സ്വഭാവം മാറും. അവന്മാരതെല്ലാം കൂടെ ഈ പണവും സ്വർണവും എല്ലാം കൂടെ ഊറ്റി പുഴിഞ്ഞങ്ങ് എടുത്തിട്ട് അതിനെയൊക്കെ അന്ന് തൊട്ട് ഉപദ്രവമാണ്. പിന്നെ ആഹാരവും കൊടുക്കൂല, വസ്ത്രവും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. എടുത്തിട്ട് ഉപദ്രവിച്ച് എങ്ങനെയെങ്കിലും പിന്നെ അവന്മാർക്ക് അതിനെ അങ്ങ് ഒഴിവാക്കുന്നത് വരെ അടിക്കും. അതാ നീ പോയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ അവിടെ വെച്ചങ്ങ് ശരിയാക്കിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനെയൊക്കെ കൊലപ്പെടുത്തും. അപ്പോൾ അവിടെ അങ്ങ് കഴിഞ്ഞ് അതിന് കൂട്ട് നിൽക്കാൻ കുറച്ച് അവരെ വീട്ടുകാരും. പിന്നെ സാധാ ചോറൊന്നും പോരാ കല്യാണത്തിന്, സാധാ ചിക്കൻ ബിരിയാണിയൊന്നും പോരാ, പിന്നെ മട്ടൻ ബിരിയാണി, എന്തെല്ലാമാണ് ആഘോഷങ്ങൾ. അത് ഉള്ളവരെ അർമാദിക്കണം. ആ ഉള്ളവരും ഇങ്ങനെ തന്നെ, ഇല്ലാത്തൊരവസ്ഥയും ഇങ്ങനെ തന്നെ. പെൺപിള്ളേർക്ക് ഇപ്പം പേടിയായി തുടങ്ങി. കല്യാണമേന്ന് പറയണത് പേടിയായി. നല്ല നല്ല ആൺപിള്ളേർ പറയുന്നുണ്ട്, അയ്യോ നമുക്ക് പെണ്ണ് കിട്ടണില്ലേ. എന്നാൽ ഈ കൊലപ്പെടുത്താതെയും ഉപദ്രവിക്കുകയും ചെയ്യാതിരിക്കണവർക്ക് പെണ്ണ് കിട്ടണില്ല എന്ന് പലരും പറയണതാണ്. അത് പറച്ചിലൊക്കെ നടക്കുകയുള്ളൂ. സത്യം. ഇപ്പം കല്യാണം കഴിക്കണത് പെൺപിള്ളേരെ കൊല്ലാനാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു, പെൺപിള്ളേരെ കൊലപ്പെടുത്തുന്നു, ഉപദ്രവിച്ച് കൊലപ്പെടുത്തുന്നു. ഇതാണ് വേല. നീ കല്യാണം എന്നുള്ള നിയമം അങ്ങ് മാറ്റി വെക്കണം. പെൺപിള്ളേർ ഇനിയിപ്പോൾ കല്യാണം കഴിക്കരുത്. അതാണ് പറ്റിയത്. അവർക്ക് ജീവനോടെ, അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് ജീവിതകാലം മുഴുവനും ഇരിക്കാം. ഇല്ലാതെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഇങ്ങനെയുള്ള വേലകൾക്കാണ്. ഇതാകുമ്പോൾ കല്യാണം കഴിക്കണ്ട, അവർക്ക് സമാധാനമായിട്ട് നിൽക്കുക. അവരെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും.